ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിൽ 2 വിസിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കൈ വെച്ച് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഉലർന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാക്കി വെച്ചു. ഇനി ഉരുളക്കിഴങ്ങ് വെന്തതല്ല, അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു 4-5 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മളൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടാണ് ചിക്കൻ ഓൾറെഡി വേവിച്ചിട്ടുള്ളത്, എങ്കിലും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, പിന്നെ വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഈ പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം വേണം നമ്മളതിലോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയുമായിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിലേക്ക് ആ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടും. അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൈവച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ എല്ലാം നല്ലതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവൽ ഷേപ്പിലാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുള്ള കട്ട്ലേറ്റ് ഓരോന്നെടുത്ത് മുട്ടയിലൊന്ന് ആദ്യം റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്യാം. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആവുന്ന വിധത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലേറ്റ് വീതം ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറം ഭാഗം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.